നിയമന വിവാദത്തിൽ ദേവസ്വം സ്പെഷ്യൽ പ്ലീഡർ കെ.ബി. പ്രദീപ് രാജിവെച്ചു. രാജി മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടതോടെ തീരുമാനം ഭക്തജനങ്ങളുടെ ആശങ്ക കണക്കിലെടുത്തെന്ന് ദേവസ്വം മന്ത്രി. സർക്കാർ കള്ളന് ചൂട്ടുപിടിച്ചെന്ന് പ്രതിപക്ഷ നേതാവ്. സ്വർണ്ണപ്പാളി കൈമാറ്റത്തിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പി.എസ്. പ്രശാന്തിന് SIT നോട്ടീസ്. അന്വേഷണ സംഘം നാളെ ശബരിമലയിൽ. പ്രഭാമണ്ഡലം ഉൾപ്പെടെ വീണ്ടും പരിശോധിക്കും. നിപ ഭീതിയിൽ ആശ്വാസം. 3 പേരുടെ പരിശോധനാ ഫലം കൂടി നെഗറ്റീവ്. ഉറവിടം കണ്ടെത്താൻ കേന്ദ്ര സംഘം കോഴിക്കോട്. രോഗബാധിതന്റെ ആരോഗ്യനില അതീവ ഗുരുതരം. നിപയെ വേണ്ടത്ര ഗൗരവത്തോടെ കണ്ടില്ലെന്നും ജാഗ്രത കാട്ടിയില്ലെന്നും പിണറായി വിജയൻ. വിമർശനം രാഷ്ട്രീയമെന്നും വീണുകിട്ടിയ ആയുധം പോലെ പ്രയോഗിക്കുന്നത് ശരിയല്ലെന്നും ആരോഗ്യമന്ത്രി. മലയിടം തുരുത്ത് ഭൂമി തർക്കത്തിൽ സമവായ നീക്കങ്ങൾ പാളുന്നു. ഭൂവുടമകൾക്ക് അനുകൂലമായാണ് മന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ നിലപാടെന്ന് സമരസമിതി. ഇരുവിഭാഗവും വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകണമെന്ന് മന്ത്രി റോജി എം ജോൺ. കോടതി അനുവദിച്ച സമയം തീരാൻ 3 ദിവസം മാത്രം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി യൂറോപ്പിലേക്ക്. ഫ്രാൻസും സ്ലോവാക്കിയയും സന്ദർശിക്കും. സാമ്പത്തിക സഹകരണം, സാംസ്കാരിക ബന്ധം എന്നിവ ശക്തിപ്പെടുത്തുക ലക്ഷ്യം. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായുള്ള ഉഭയകക്ഷി ചർച്ച നാളെ. G7 ഉച്ചകോടിയിലും പങ്കെടുക്കും. സമാധാന കരാർ അന്തിമഘട്ടത്തിലെത്തിയെന്ന് ഇറാനും അമേരിക്കയും. ജനീവയിൽ നാളെ കരാർ ഒപ്പുവച്ചേക്കും. ഹോർമൂസ് കടലിടുക്ക് തുറക്കുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി. ഫിഫ ലോകകപ്പിൽ മലയാളി താരം തഹ്സീൻ മുഹമ്മദ് കളത്തിലിറങ്ങുന്നതും കാത്ത് മലയാളികൾ. ഖത്തർ സ്വിറ്റ്സർലൻഡ് മത്സരം അർദ്ധരാത്രി 12:30 മുതൽ. ബ്രസീൽ മൊറോക്കോ മത്സരത്തിൽ നെയ്മർ കളിക്കില്ല. ഇന്ത്യ അഫ്ഗാൻ ഏകദിന പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം.